പലരും ഇന്ന് മീൽസ് സ്കിപ്പ് ചെയ്തിട്ടും ഭക്ഷണം കഴിക്കാതിരുന്നിട്ടും ഒക്കെ തടി കുറക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് പിന്നീട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ കലോറിയോ അല്ലെങ്കിൽ ഹെൽത്തി ഫുഡാണോ അൺഹെൽത്തി ഫുഡാണോ എന്നൊന്നും നോക്കാതെ വലിച്ചു വാരി കഴിക്കുന്ന ഒരു ശീലം നമുക്ക് പലർക്കും ഉണ്ടായേക്കാം. അവിടെ കലോറി എടുക്കാത്തതിൻ്റെ എത്രയോ ഇരട്ടി കലോറി വീണ്ടും എടുക്കുന്ന ഒരു പ്രവണത ഉണ്ടാവാം. ഇത് നമുക്ക് തടി കുറയുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ എടുക്കുന്ന കലോറി എന്ന് പറയുന്നത് അത് ബേൺ ചെയ്യുന്ന അളവ് നോക്കിയാൽ നമ്മൾ മെറ്റബോളിസം ചെയ്യാൻ, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഡൈജഷൻ അബ്സോർപ്ഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഒരു 70% വരെ നമ്മൾ എടുക്കുന്ന കലോറിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എക്സസൈസ് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അത് ഒരു 5-10% മാത്രമേ വരുന്നുള്ളൂ. അതിനർത്ഥം ഈ കലോറി കുറഞ്ഞുള്ള ഭക്ഷണം കഴിച്ചാൽ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കലോറി ബേൺ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഈ മെറ്റബോളിസം നടക്കണേ. അപ്പോൾ എപ്പോഴും ഒരു ഹെൽത്തി ഡയറ്റ് ഫോക്കസ് ചെയ്തിട്ട് ഡയറ്റ് എടുക്കുന്നതാണ് തടി കുറക്കാൻ എപ്പോഴും നല്ലത്. ഭക്ഷണം തീരെ കഴിക്കാതെ ഇരുന്നിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കുമ്പോൾ ഹെൽത്തി ഭക്ഷണം കഴിക്കണില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്തിയായ രീതിയിലാണ് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. മാത്രമല്ല ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്.